കോടതി വിധി വരുന്നത് വരെ ഒരാളും കുറ്റക്കാരല്ല. മലയാള സിനിമയിലെ താരങ്ങൾക്ക് നേരെ നീളുന്ന ആരോപണ ശരങ്ങളിൽ തകർന്നു വീഴുന്ന ഒന്നല്ല നമ്മൾ മലയാളികളുടെ സിനിമാ പ്രേമം. സിദ്ദിഖ് നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളിൽ തിളങ്ങിയ 5 ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സത്യമേവ ജയതേ 2000 പുറത്തിറങ്ങിയ വിജയ് തമ്പി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് സത്യമേവ ജയതേ. നീതിമാനായ പോലീസ് ഓഫീസറായ ചന്ദ്രചൂഡൻ തന്റെ സീനിയേഴ്സുമായി പ്രശ്നത്തിൽ ഏർപ്പെടുന്നു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാൽ ചുറ്റപ്പെട്ടിട്ടും ഒരു അധോലോക സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നതുമാണ് സിനിമയുടെ കഥ. സുരേഷ് ഗോപി, ഐശ്വര്യ ഭാസ്കരൻ, ഹേമന്ത് രവാൻ, രാജൻ ബി ദേവ്, ബാലചന്ദ്ര മേനോൻ, മണിയൻ പിള്ള രാജു, സലിം കുമാർ, ബാബുരാജ്, കാവേരി, കൊച്ചിൻ ഹനീഫ, ദേവൻ, കുഞ്ചൻ, നന്ദു, ഭീമൻ രഘു, കൃഷ്ണകുമാർ, മിനി നായർ എന്നിവർ ചേർന്ന് അഭിനയിച്ച സിനിമയിൽ സിദ്ദിഖ് മുഴുനീളം ഒരു വില്ലൻ വേഷത്തിലാണ് എത്തിയത്. நீ ஸ்டேஷன்ல சென்று சேர்றதுக்குள்ள ஆல்வா கெஸ்ட் ஹவுஸ்ல கேம்ப் பண்றது அந்த ஹோம் மினிஸ்டரோட பிஏ என்னடா அவன் பேரு? ராமச்சந்திரன் நாயர். ஆமா, அந்த நாயர் ஸ்டேஷன்ல வந்து சேர்ந்திருக்கும், இந்த ஆளை கூட்டிட்டு போവുകയും ചെയ്യും. அப்போ கெட்ட பேரு யாருக்கு? ചന്ദ്രചൂഡനുക്ക് தான். ബാലസുബ്രഹ്മണ്യം അല്ലെങ്കിൽ ബാലുഭായ് എന്ന കഥാപാത്രത്തെയാണ് സിദ്ദിഖ് സിനിമയിൽ അവതരിപ്പിച്ചത്. കണ്ണകി ജയരാജന്റെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങിയ ഒരു ട്രാജഡി ഫിലിമാണ് കണ്ണകി. ഗ്രാമവാസികളായ മാണിക്യനും ചോമനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. മാണിക്യൻ കണ്ണകിയുമായി പ്രണയത്തിലാണ്. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചോമൻ തന്റെ സഹോദരിയെ കൊണ്ട് മാണിക്യനെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സിനിമയുടെ കഥ. ചോമൻ എന്ന ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രമാണ് സിദ്ദിഖ് കണ്ണകിയിൽ അവതരിപ്പിച്ചത്. ഇരുട്ടുന്നതിന് മുമ്പ് ഒട്ടൻചള്ളയിൽ എത്തേണ്ടതാ. നാളെ കോഴിക്കോട്ടുള്ളത് നീ മറന്ന. ഏതൊരു കണ്ണകി ആളെ വിട്ടിരിക്കുന്നു, എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ. കണ്ണകിയ ലാൽ, നന്ദിത ദാസ്, ഗീതു മോഹൻദാസ്, കൊച്ചിൻ ഹനീഫ, മനോജ് കെ ജയൻ, കൽപ്പന, സാജൻ പള്ളുരുത്തി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. അഗ്നി നക്ഷത്രം 2004 പുറത്തിറങ്ങിയ ഒരു ഫാന്റസി ഫിലിമാണ് അഗ്നി നക്ഷത്രം. കരിമാണ് സിനിമ സംവിധാനം ചെയ്തത്. രുദ്ര എന്ന കൊച്ചു പെൺകുട്ടിക്ക് അമാനുഷിക ശക്തികളുണ്ട്. അതിനുശേഷം അവൾക്ക് ഭാവി പ്രവചിക്കാൻ കഴിയും. എന്നാൽ അവളുടെ ജീവിതം ദുസ്സഹമാണെന്നറിഞ്ഞ് ഒരു വൈദികൻ അവളെ രക്ഷിക്കാൻ വരുന്നു. ഇതാണ് സിനിമയുടെ കഥ. ഇതിൽ ചുടലന്റെ കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിച്ചത്. കണ്ടില്ലേ, അയൽപക്കത്തുള്ളവർ പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന മാംസം അത് കഴിക്കണം. ഇനി ഞാനിത് ഈ കോവിലകത്തെ അടുക്കളയിൽ പാചകം ചെയ്യും. സുരേഷ് ഗോപി, ബിജു മേനോൻ, ഇന്ദ്രജ, ബിന്ദു പണിക്കർ, സാനിക്ക, സായികുമാർ, ഐശ്വര്യ, ജഗതി ശ്രീകുമാർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. വെള്ളി നക്ഷത്രം വിനയൻ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഒരു കോമഡി ഹൊറർ ഫിലിമാണ് വെള്ളി നക്ഷത്രം. രാജകുടുംബത്തിൽപ്പെട്ട അശ്വതിയെ വിനോദിന് ഇഷ്ടമാണ്. പ്രസവ സമയത്ത് അശ്വതി ദുരൂഹമായി മരിക്കുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത്. സിനിമയിലെ ശ്രദ്ധേയമായ വില്ലൻ മഹേന്ദ്ര വർമ്മ, മാനവേദ വർമ്മ എന്നീ ഡുവൽ റോളുകളാണ് സിദ്ദിഖ് അവതരിപ്പിച്ചത്. പൃഥ്വിരാജ്, തരുണി സച്ദേവ്, മീനാക്ഷി, കാർത്തിക, ജയസൂര്യ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, തിലകൻ, സലിംകുമാർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. നായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത 2010 പുറത്തിറങ്ങിയ ഒരു ക്രൈം ഫിലിമാണ് നായകൻ. ഇത് അവസാനത്തെ കളിയാണ്, അവൻ്റെ നമ്മുടെ. ഇതിലൊരു പിഴവ് സംഭവിച്ചാൽ വരദനെ ഒരിക്കലും തിരിച്ചു വരില്ല. ശാന്തനായ ഒരു കഥകളി കലാകാരന് അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെടുകയും അവരുടെ മരണത്തിന് ഉത്തരവാദിയായ കുറ്റവാളിയോട് പ്രതികാരം ചെയ്യാൻ പുറപ്പെടുന്നതുമാണ് സിനിമയുടെ കഥ. ജെ ശങ്കർ ദാസ്, ജെ രാംദാസ് എന്നീ ഡുവൽ റോളുകളാണ് സിദ്ദിഖ് സിനിമയിൽ അവതരിപ്പിച്ചത്. നിന്റെ തമാശ കേട്ടു നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പണം എടുത്തതും തോമാച്ചമാരെ കൊന്നതും ഞാൻ തന്നെയാണെന്നുള്ള നിന്റെ സംശയം വക്കീൽ എന്നോട് പറഞ്ഞിരുന്നു. ഇന്ദ്രജിത്ത്, തിലകൻ, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, ലാലു അലക്സ്, ചെമ്പൻ വിനോദ്, അംബിക മോഹൻ, ധന്യ മേരി വർഗീസ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ.
സിദ്ദിഖ് തെറ്റ് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ മോളിവുഡ് ന്യൂസ് പറയുന്നില്ല. സോ അദ്ദേഹം ചെയ്ത മലയാള ചിത്രങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ഈ വീഡിയോ. നമുക്ക് സ്നേഹിക്കാം മലയാള സിനിമയെ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.